ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കില്ലേ ബേബി പൊട്ടറ്റോസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാട്ടാ. അപ്പോൾ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേബി പൊട്ടറ്റോസ് വേണം. അപ്പോൾ 1/2 കിലോ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു 1/2 കിലോ വെച്ചിട്ടൊരു 4-5 പേർക്ക് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബേബി പൊട്ടറ്റോസ് നന്നായിട്ടൊരു 4-5 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു കുക്കറിൽ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള പൊട്ടറ്റോസ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒറ്റൊരു വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വിസിലൊന്നും ആർന്ന്, അതുപോലെ ഒരുപാട് വേവിക്കൊന്നും ചെയ്യരുത്. അന്നേരം ഫുള്ള് കുഴഞ്ഞ് പരിഞ്ഞ് പായസം പോലെ ആകും. അപ്പോൾ ഒറ്റൊരു വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോസ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റൊരു വിസിലിൽ ഞാൻ വേവിച്ചിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പം നന്നായിട്ട് എന്താ പറയുക വൃത്തിയിൽ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ഉടഞ്ഞ് പുഴുങ്ങി അങ്ങനത്തെ ഒരു പരിവായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ തോല് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് തോല് ഇതുപോലെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം ഇട്ടിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഓയിലും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി പൊട്ടറ്റോസിൽ എത്തുന്ന രീതിയിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറാണ് കഴിക്കുമ്പോൾ. അപ്പോൾ ഒരു നുള്ളോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതിയോ നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു കുത്തൽ മാറുന്നത് വരെ 1-2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കേട്ടോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. അതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഷ്ണം ചെറിയൊരു പട്ട എടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ എടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകം അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കേണ്ടത്. 3 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി റെഡിയായി. ഇതാണ് ഈ ഒരു ഫ്രൈൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണിത്. ഇനി നമുക്ക് മറ്റേ പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ പൊട്ടറ്റോ വീണ്ടും അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡറില്ലേ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു പൊട്ടറ്റോസിൽ മസാലപ്പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ തുറന്നങ്ങ് കഴിക്കുമ്പോണ്ടല്ലോ
അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ അടിപൊളിയാട്ടോ. അല്ലെങ്കിൽ നമുക്ക് സൈഡായിട്ട് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളിയാണ്. കുറച്ചൊരു മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് ബൗളിലോ പ്ലേറ്റിലേക്കോ മാറ്റാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ വെറുതെ കുത്തി കഴിക്കുമ്പോണ്ടല്ലോ എത്ര കഴിച്ചെന്ന് നമുക്ക് മനസ്സിലാവില്ല. വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ നല്ല കിടിലനായിട്ടാണ്. എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.